വാട്സ്ആപ്പ് ഗീസ് വോയിസ്മെന്റ് നാസിമാണ്. ഈ ഒരു മാർച്ച് മാസത്തിൽ ഒരുപാട് മിഡ് റേഞ്ച് ആയിട്ടുള്ള 25,000 രൂപയ്ക്ക് താഴെയുള്ള മൊബൈൽ ഫോൺസ് ഇറങ്ങുന്നുണ്ട്. ഏതൊക്കെ മൊബൈൽ ഫോൺസ് ആണ് ഇറങ്ങാൻ പോകുന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. കാണാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ മാർച്ച് മാസത്തിൽ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിന്റെ ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫിക്കേഷൻ റിവ്യൂ ഇട്ടുകൊണ്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നത്തിങ് എന്ന് പറയുന്ന കമ്പനിയുടെ മൂന്നാമത്തെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള നത്തിങ് 2A എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. നത്തിങ്ങിന്റെ ഭാഗത്തു നിന്നുള്ള നത്തിങ് 2A എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ എന്തൊക്കെ തരത്തിലുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് നമുക്ക് വേണ്ടി നത്തിങ് ഒരുക്കി വെച്ചിരിക്കുന്നത്, വില എത്രയാണ്, പഴയ രണ്ട് നത്തിങ് സീരീസുകളെ അപേക്ഷിച്ച് നത്തിങ് 2A എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പോസിറ്റീവ് നെഗറ്റീവ്, ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ആദ്യം വെയിറ്റ് ചെയ്യണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നത്തിങ്ങിന്റെ രണ്ട് സീരീസിലുള്ള മൊബൈൽ ഫോൺ വന്ന ആ ഒരു സമയത്തും ഇറങ്ങിയ സമയത്ത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിരുന്നു അവർ ഇട്ടിരുന്നത്. എങ്കിൽ ഇത്തവണ മൊബൈൽ വാങ്ങുന്ന ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് നോക്കി കഴിയുകയാണെങ്കിൽ 25,000 രൂപയിൽ താഴെ നമുക്കൊരു നത്തിങ്ങിന്റെ ഒരു ഫോൺ കിട്ടാൻ പോവുകയാണ്. നത്തിങ് 2A എന്ന് പറയുന്ന മൊബൈൽ ഫോൺ. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്ന് കഴിയുകയാണെങ്കിൽ എന്തൊക്കെ സ്പെസിഫിക്കേഷൻ ആണ് നത്തിങ് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വന്ന് കഴിയുകയാണെങ്കിൽ നമുക്ക് 190 ഗ്രാം ആണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതേ ഡ്യുവൽ നാനോ സിം ആണ് വരുന്നത്. ഒരേ സമയം നമുക്ക് 2 നാനോ സിമ്മുകൾ യൂസ് ചെയ്യാൻ പറ്റും. മെമ്മറി കാർഡ് ഇതിൽ ഇടാൻ പറ്റത്തില്ല. IP54ന്റെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ നത്തിങ് ഫോണുകളിലും കാണുന്ന പോലെ തന്നെ ബാക്ക് പാനലിൽ 3 LED ലൈറ്റ്സ് ആണ് ഇത്തവണ നത്തിങ് 2A എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത്. ഈ ഒരു LED ലൈറ്റ്സിന് നമുക്ക് ഏകദേശം 40ഓളം വേരിയന്റിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെന്ന് നത്തിങ് പറയുന്നുണ്ട്. ഡിസ്പ്ലേയുടെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് നത്തിങ് 2A എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ HDR10+ സപ്പോർട്ട് ആണ്. ഡിസ്പ്ലേ ബ്രൈറ്റ്നസിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ട് ടിപ്പിക്കൽ ആയിട്ട് 700 നിറ്റ്സ് ആണ് നത്തിങ് 2Aയിൽ വരുന്നത്. 1100 നിറ്റ്സിന്റെ HBM വരുന്നുണ്ട്. 1300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് നത്തിങ് 2 എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. 1300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഇനഫ് ആണ്. വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ നല്ല വിസിബിലിറ്റി തന്നെയായിരിക്കും കിട്ടുന്നത്. ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷന് വേണ്ടി കോറിംഗ് ഗറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ആണ് നത്തിങ് കൊടുത്തിരിക്കുന്നത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഈ ഒരു മൊബൈൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നത്തിങ്ങിന്റെ 2A എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്ലാറ്റ്ഫോം OSലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്. നത്തിങ് OS 2.5 ആണ് വരുന്നത്. ചിപ്സെറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നത്തിങ് 2 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 7200 Pro 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ് വരുന്നത്. നോർമലി എല്ലാ മൊബൈൽ ഫോണിലും ഡിമെൻസിറ്റിയുടെ 7200 ആണ് വരുന്നത്. പക്ഷെങ്കിൽ നത്തിങ് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് ഡിമെൻസിറ്റി 7200 Pro എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് ആണ്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ മെമ്മറി വേരിയന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 8128, 8256, ടോൾ 256 ഈ പറയുന്ന 3 വേരിയന്റിലാണ് മൊബൈൽ ഫോൺ നമുക്ക് ഇറങ്ങാൻ പോകുന്നത്. മേ ബി നമുക്ക് 25,000 രൂപയ്ക്ക് താഴെ കിട്ടാൻ പോകുന്നത് 8128 എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റ് ആയിരിക്കും. നിങ്ങൾ 128 ഒക്കെ എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഒരു 2000 രൂപ 3000 രൂപയുടെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് 256 കിട്ടും. അതായിരിക്കും എടുക്കുന്നതിൽ ഇപ്പോഴത്തെ കാലത്ത് ഉചിതം എന്ന് പറയുന്നത്. ഇനി എല്ലാവരും നത്തിങ് ഫോണിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഒരു മൊബൈൽ ഫോൺ എടുത്തു കഴിയുമ്പോൾ എല്ലാ ആളുകളും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ ക്യാമറയിലേക്കായിരിക്കും. നത്തിങ് 2 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ക്യാമറയിലേക്ക് വന്നു കഴിയുമ്പോൾ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 2 ക്യാമറയും 50 മെഗാ പിക്സലിന്റെ തന്നെയാണ്. 1.9 അപ്പറേച്ചർ വരുന്ന പ്രൈമറി ക്യാമറ 50 മെഗാ പിക്സലാണ് വരുന്നത്. OIS സപ്പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡറി ക്യാമറയും 50 മെഗാ പിക്സലിന്റെയാണ്. 2.2 അപ്പറേച്ചർ ആണ് വരുന്നത്. ഒരു അൾട്രാ വൈഡ് ലെൻസ് ആണ്. മെയിൻ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4K 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ 180 60 FPS 120 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളൊരു സ്ലോ മോഷൻ ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ലോ മോഷൻ ഈ ഒരു 120 FPS വഴി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. 2.2 അപ്പറേച്ചർ വരുന്നത്. HDR സപ്പോർട്ട് ആണ്. 180 60 FPS ഷൂട്ട് ചെയ്യാനും ഈ ഒരു സെൽഫി ക്യാമറ ഉപയോഗിച്ച് പറ്റുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ആണ് വരുന്നത്. ഓഡിയോ ജാക്ക് 3.5 വരുന്നില്ല. ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി കപ്പാസിറ്റി ആണ് വരുന്നത്. 45 വാട്ടിന്റെ വയർഡ് ചാർജർ വരുന്നുണ്ട്. അതേപോലെ തന്നെ 23 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 50% ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഈ ഒരു 5000 mAh ബാറ്ററി 100% എത്തിക്കാൻ പറ്റുമെന്നും നത്തിങ് 2A അവകാശപ്പെടുന്നുണ്ട്. 3 കളർ വേരിയന്റിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടാൻ പോകുന്നത്. ബ്ലാക്ക്, വൈറ്റ്, മിൽക്ക് ഈ ഒരു 3 വേരിയന്റിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടാൻ പോകുന്നത്. നത്തിങ്ങിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള നത്തിങ് 2A എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് സെഗ്മെന്റ് ഇതാ ഈ ഒരു കാണുന്ന രീതിയിലായിരിക്കും. 3 വേരിയന്റിലും 3 രീതിയിലുള്ള വിലയാണ് അവർ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്.
നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 25,000 രൂപയിൽ താഴെ കിട്ടാൻ പോകുന്നത് 8128 എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റ് ആയിരിക്കും. ഇത് നിങ്ങൾക്ക് വർത്താണ്, അല്ലെങ്കിൽ നത്തിങ് ഫോൺ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള മൊബൈൽ ഫോൺ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും നത്തിങ് നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ഫോൺ തന്നെയാണ്. മാർക്കറ്റിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള മൊബൈൽ ഫോൺ വരുന്നുണ്ട്. ഐക്യൂടെ Z9 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഇനി വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും. നത്തിങ് 2 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിനെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും IQ Z9 എന്ന് പറയുന്ന ഒരു ബെറ്റർ ചോയ്സ് തന്നെയായിരിക്കും. ഇനി നത്തിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾ നത്തിങ് എടുക്കുക, IQ ഇഷ്ടപ്പെടുന്ന ആളുകൾ IQ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബ്രാൻഡുകൾ നിങ്ങൾ എടുക്കാൻ മാത്രമേ ഞാൻ ഉറപ്പായിട്ടും പറയത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇന്ന ഒരു ബ്രാൻഡ് എടുക്കണമെന്ന് ഒരിക്കലും നമ്മൾ പറയത്തില്ല. കാരണം മറ്റൊന്നുമല്ല, ഓരോ ആളുകളുടെ ചോയ്സ് ആണ് ഏത് മൊബൈൽ ഫോൺ ആണ് അവർ യൂസ് ചെയ്യേണ്ടതെന്ന്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച്, നിങ്ങളുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള മൊബൈൽ ഫോൺ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റു ദിവസം നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.